ഇറാൻ ഇസ്രയേൽ ആക്രമണം 9ാം ദിവസവും തുടരുകയാണ്. ഇറാൻ നഗരമായ അഖ്വാസ് ലക്ഷ്യമാക്കി ഇസ്രയേൽ ആക്രമണം നടത്തിയെന്ന് ഇറാനിൽ നിന്ന് 5 റോക്കറ്റുകൾ പതിച്ചെന്ന് ഇസ്രയേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഇസ്രയേൽ നഗരമായ ബെയ്സാനിൽ ഡ്രോണുകളും പതിച്ചു. അതിനിടെ ഖത്തർ പ്രധാനമന്ത്രി ഇറാൻ വിദേശകാര്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്റർനാഷണൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി മുഹമ്മദ് അൻവർ തത്സമയം ചേരുകയാണ്. പ്രൈം ടൈമിലേക്ക് സ്വാഗതം മുഹമ്മദ് അൻവർ. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ വാർത്താമുറിയിൽ ലഭിച്ചത് ഇന്ന്? എസ്കെൻ, തുടർച്ചയായ 9ാം ദിവസവും ഇസ്രായേൽ ഇറാൻ സംഘർഷത്തിന് അയവില്ല. ഇന്നലെ ജനീവയിലും അതുപോലെ തന്നെ UN സുരക്ഷാ സമിതിയിലും യോഗങ്ങൾ ചേർന്നിരുന്നെങ്കിലും ഇരു രാജ്യങ്ങളും അവരുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയാണ്. അതിൻ്റെ തുടർച്ചയെന്നോളം ഇന്നും ആക്രമണങ്ങൾ തുടരുകയാണ്. 5 മിസൈലുകൾ ഇസ്രായേൽ പതിച്ചെന്ന് ഇറാൻ്റെ മിസൈലുകൾ പതിച്ചെന്ന ഇസ്രായേൽ മാധ്യമങ്ങൾ ഔദ്യോഗികമായി റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ ഇതിൽ അത്യാഹിതമൊന്നും സംഭവിച്ചിട്ടില്ല, അപകടങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല എന്നും അവിടുന്ന് റിപ്പോർട്ടുകൾ വരുന്നുണ്ട്. എന്തായാലും തിരിച്ച് ഇസ്രായേലിൻ്റെ പ്രത്യാക്രമണത്തിൽ അവർ ഇറാൻ ഇന്ന് ഇസ്രായേലിൽ നിന്ന് തിരിച്ചടിച്ചത് എണ്ണ ഉൽപ്പാദന മേഖലയായ അഹ്വാസ് കേന്ദ്രമാക്കിയായിരുന്നു ഇന്ന് ഇസ്രായേലിൻ്റെ ആക്രമണം. ഇപ്പോൾ നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അവിടെ പുകപടലങ്ങൾ ഉയരുന്നുണ്ട് എന്ന് അൽ ജസീറ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും ഇരു രാജ്യങ്ങളും ആക്രമണവും പ്രത്യാക്രമണവുമായി കഴിഞ്ഞ 9 ദിവസമായി തുടരുന്ന ആക്രമണവും പ്രത്യാക്രമണവും തുടരുകയാണ്. ഇതുവരെ ഇറാനിൽ 400-ലധികം ആളുകൾ മരിച്ചുവെന്നും 3000-ലധികം ആളുകൾക്ക് ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ പരിക്കേറ്റിട്ടുണ്ടെന്നുമാണ് ഇറാൻ ഔദ്യോഗികമായി അറിയിക്കുന്നത്. അതേസമയം തന്നെയാണ് ഇന്ന് തുർക്കിയിൽ ഇന്ന് ഖത്തറിൽ ഇറാൻ വിദേശകാര്യമന്ത്രിയുമായുള്ള ചർച്ച തുർക്കിയിലെ ഇസ്താംബുളിൽ നടക്കുന്നുണ്ട്. GCC രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും GCC നേതാക്കളുമാണ്, പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിലെ രാജ്യ നേതാക്കളാണ് അവിടെ ഈ മീറ്റിങ്ങിൽ ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയുമായുള്ള യോഗത്തിൽ പങ്കെടുക്കുന്നത്. അതിൽ ഖത്തർ പ്രധാനമന്ത്രി ഇസ്രായേൽ ആക്രമണത്തെ ശക്തമായി അപലപിക്കുന്നുണ്ട്. മേഖലയിലെ സമാധാനം പുനഃസ്ഥാപിക്കണമെങ്കിൽ ഇസ്രായേലിൻ്റെ ഏകപക്ഷീയമായ ആക്രമണം അവസാനിപ്പിക്കണമെന്ന് ഖത്തർ പ്രധാനമന്ത്രി ഇറാൻ വിദേശകാര്യമന്ത്രിയുമായുള്ള യോഗത്തിന് ശേഷം അറിയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഡയറക്ടറുമായും ഈ GCC രാജ്യങ്ങളിലെ നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. മേഖലയിലെ ഒരു ആണവ യുദ്ധത്തിലേക്ക് പോകാതിരിക്കാനുള്ള നീക്കങ്ങൾ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി സ്വീകരിക്കണം. ഇസ്രായേലിനെയും ഇറാനുമായും ചർച്ച നടത്തി ഈ മേഖലയിൽ ആണവായുധ ഭീഷണി ഒഴിവാക്കണമെന്ന നിർദ്ദേശമാണ് GCC രാഷ്ട്രത്തലവന്മാർ ഈ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി ഡയറക്ടറുമായുള്ള ചർച്ചയിൽ മുന്നോട്ട് വെച്ചത്. SK. താങ്ക് യു മുഹമ്മദ് അൻവർ.